ഹായ് ഫ്രണ്ട്സ്, ഞാൻ സിമി. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എഡ്വിൻ എൽബിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പയർ മെഴുക്കുവരട്ടിയാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ രീതിയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു രീതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇനി നമുക്ക് വേണ്ടത് 1 കിലോ പയറാട്ടോ. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിട്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പയർ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒത്തിരി ചെറുതായിട്ടുമല്ല, ഒത്തിരി വലുപ്പത്തിലുമല്ല, ഈ ഒരു രീതിയിൽ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ. ഇപ്പം പയർ മൊത്തം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇനി നമുക്ക് വേണ്ടത് ഒരു സവോള കേട്ടോ. ഒരു മീഡിയം സൈസിലെ സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പം ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു മീഡിയം സൈസിലെ സവോളയാണ്. അതുപോലെ ചെറുതാഴ്ക്കല്ല കേട്ടോ, ഒന്ന് നടുവേ മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് എല്ലാം പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോളയില്ലേ, സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ മൊത്തവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതീയിൽ വെച്ച് മൂടി വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, അല്ലാതെ നമ്മൾ ചെറുതീയിൽ മൂടി വെച്ചാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് തുറന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ചോട്ടി പിടിക്കുമല്ലോ. നമ്മൾ ഒത്തിരി എണ്ണ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൂടി വെച്ച് നമ്മൾ കുക്ക് ചെയ്യുക. ഞാനിങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി പിന്നെ മൂടി വെച്ച് കുക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം നമ്മുടെ പയറൊക്കെ ഏകദേശം ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പയറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് തിന്ന് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തില്ല കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചതച്ച മുളക്, ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ആവി കയറാൻ വേണ്ടി, നമ്മളപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്താലോ, അപ്പോൾ അതൊന്നും കൂടെ ആത്താൽ ഒന്ന് പയറിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി മെഴുക്കുവരട്ടി റെഡിയാകും കേട്ടോ. ഇപ്പം നമ്മുടെ അടിപൊളി പയർ മെഴുക്കുവരട്ടി റെഡി ആയി കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.